ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഒത്തിരി സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു ബ്രേക്കപ്പ് സംഭവിച്ചു. കാരണം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ആ വ്യക്തിയെ എൻ്റെ ലൈഫിലോട്ട് തന്നെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് വഴി എങ്ങനെ അത് പോസിബിൾ ആണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബ്രേക്കപ്പ് സംഭവിക്കുന്ന സമയത്ത് അതിനുശേഷം നമ്മുടെ മനസ്സിലൂടെ പോകുന്ന തോട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിലൂടെ പോകുന്ന തോട്ടുകൾ എന്ത് വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ് പുറത്തേക്ക് വിടുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഒന്നുകിൽ ആ വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ അവൾ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വേർഡായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കുടുങ്ങിക്കിടക്കുന്നത്. അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ ആ ഇൻസിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അവളെക്കുറിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കാം. ഇങ്ങനെ ഇൻഫർമേഷൻസ് ആയിക്കോട്ടെ, അവർ പറഞ്ഞ വാക്കായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും, അത് തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ നിന്നും പുറത്തേക്ക് വിടുന്ന എനർജി എന്താണ്, ആ ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്താണ്, നെഗറ്റീവാണ്. അത് തന്നെ കൂടുതലായിട്ട് നമ്മുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഒരിക്കലും ആ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിൽ ഇതുപോലെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയിട്ട്. അപ്പം അതിന് പകരം നമ്മുടെ മനസ്സിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി തിരിച്ചു വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ആ വ്യക്തി തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് വേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള തോട്ട് പ്രോസസ്സാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകേണ്ടത്. വിഷ്വലൈസേഷനാണ് നിങ്ങളുടെ മനസ്സിലൂടെ പോകേണ്ടത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിളിക്കും, തിരിച്ചു വരും, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഓൾറെഡി തിരിച്ചു വന്നു, അല്ലെങ്കിൽ എന്നെ ഡെയിലി വിളിച്ച് സംസാരിക്കുന്നുണ്ട്, ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് എന്നുള്ള ഫീലായിരിക്കണം നമ്മളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ആ വ്യക്തി ഇല്ല, എനിക്ക് ആ വ്യക്തിയെ വേണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ എനിക്ക് അട്രാക്റ്റ് ചെയ്യണം, ആ വേണം 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 എന്നുള്ള ഫീലായിരിക്കരുത് ജനറേറ്റ് ചെയ്യേണ്ടത്. അതിന് പകരം ഓൾറെഡി ഉണ്ട് നമ്മുടെ ലൈഫിൽ എന്നുള്ള ഒരു മൂഡിലായിരിക്കണം നമ്മൾ പോകേണ്ടത്. നമ്മുടെ മൈൻഡിനെ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം. ഓവർ തിങ്കിങ് വരും ഈ സിറ്റുവേഷനിൽ എന്നുള്ളത് ശരിയാണ്. ആ തോട്ടിന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അത് വിട്ടുകളയുക, ഫീൽ ചെയ്ത് വിട്ടുകളയുക. പല ആളുകളുണ്ട് അതിനോട് ഫൈറ്റ് ചെയ്യും. അയ്യോ എനിക്കിങ്ങനെ ചിന്ത വന്നല്ലോ, പിന്നെ അതന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവും. കുറച്ച് ആ ചിന്തിക്കുന്ന സമയത്ത് അത്രത്തോളം ഒന്നും നമുക്ക് തോന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണാം എനർജി ഭയങ്കര ഡൗൺ ആയിട്ട് നമ്മളൊരു സാഡ് മൂഡിലോട്ട്, ഡിപ്രഷൻ മൂഡിലോട്ടൊക്കെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതങ്ങനെ ആ തോട്ടിനോട് ഫൈറ്റ് ചെയ്യുകയും അത് തന്നെ ഓവർ തിങ്ക് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ജസ്റ്റ് നേരെ ഒന്ന് എന്താണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ള ഒബ്സർവ് ചെയ്ത് ഫീൽ ചെയ്ത് അത് വിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അടുത്ത തോട്ട് വന്നോളും. മറ്റേത് നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ സാഡായി പോകുന്നത്. നേരെ മറിച്ച് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമുക്കറിയാം നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുള്ളത്. അതിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് റിസൾട്ടാണോ വേണ്ടത് ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റില്ലേ. അപ്പം നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾ അത് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ടാവുകയും അവർ തിരിച്ചു വരികയും ചെയ്യും. ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അഫർമേഷൻസ് വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ചേസിങ് അഫർമേഷൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിലൂടെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇനി ചില കേസുകളിൽ നമുക്ക് കൺട്രോൾഡ് അല്ലാത്ത രീതിയിൽ ഭയങ്കര ഓവർ തിങ്കിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് കാമായിട്ടിരുന്ന്
കാമാവാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ട് ബ്രീത്ത് ചെയ്യുക. അപ്പം നിങ്ങൾ കാമാവും. ഓക്കെ, ബ്രീത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കണ്ണടക്കുക, ജസ്റ്റ് ഒരു 4 സെക്കൻഡ് എടുത്തിട്ട് ബ്രീത്ത് ചെയ്യുക, 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 6 സെക്കൻഡ് എടുത്തിട്ട് പതിയെ സ്ലോലി പുറത്തേക്ക് വിടുക. അത് മൂക്കിലൂടെ വായിലൂടെ പുറത്തേക്ക് വിട്ടാലും കുഴപ്പമില്ല. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. ആ തോട്ടിന്റെ ഡിസ്റ്റർബൻസ് നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാവും. അപ്പോൾ ഇത് പറയുമ്പോൾ സിമ്പിളാണ് അല്ലെങ്കിൽ മണ്ടത്തരാണ് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തി ഇത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോർമേഷനിൽ നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫിറ്റ്നസ്സിൽ എക്സസൈസ്, യോഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കുക. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മെൻ്റലി ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ് അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷനും അഫർമേഷൻ പറയുന്നതും ഒക്കെ കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ചു വരും. അപ്പോൾ ആ ഒരു പാസ്റ്റ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ അവർ പറഞ്ഞ വാക്കിലോ ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ മുന്നോട്ട് പോവാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവര് ദേഷ്യത്തിലായിരിക്കുന്ന സമയത്ത് അഥവാ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾഡ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് നന്നായിട്ട് ചിന്തിച്ചിട്ട് റിപ്ലൈ കൊടുക്കുക, റെസ്പോണ്ട് ചെയ്യുക. അത് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ അവർ കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം. കാരണം നമുക്ക് ഈ റിലേഷൻഷിപ്പ് വേണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി, ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റിൽനെസ് നമുക്കുണ്ടായിരിക്കണം. അപ്പം നമുക്ക് സ്റ്റിൽനെസ്, കൺട്രോള്, അതുപോലെ തന്നെ ക്ലാരിറ്റി, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ വ്യക്തി ഈസി ആയിട്ട് അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു പേഴ്സണലായിട്ടുള്ള ഗൈഡൻസ് വേണം, പ്രോപ്പറായിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വാട്സപ്പിലൂടെ നമുക്ക് നിങ്ങളെ പേഴ്സണലായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. എനിവേ, നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.